ഇന്നത്തെ നന്നായിട്ട് ചിരിക്കാനുള്ള ഒരു അടിപൊളി എപ്പിസോഡാണ്. ആരും എപ്പിസോഡ് മിസ്സാക്കരുത്. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് ലക്ഷ്മി രാഹുലിനോട് ആ പൂജ നടത്തിയതിന്റെ കാശ് കൊടുക്കാൻ പറയുകയാണ്. തുടർന്ന് രാഹുൽ പിന്നെ ലക്ഷ്മിയുടെ എന്റെ ഫോണിന് ചാർജില്ല, ഒരു കാര്യം ചെയ്യും, മുരളിയേട്ടൻ ആ കാശ് കൊടുക്കാൻ പറയുകയാണ്. ഇപ്പോൾ മുരളിയേട്ടൻ ആ 10,000 രൂപ കൊടുക്ക്, എന്റെ ഫോൺ ചാർജ് ചെയ്തിട്ട് ഞാൻ ആ കാശ് മുരളിയേട്ടൻ അയച്ചു തരാമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ശാരദാമ്മ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുകയാണ്. മുരളിയും ഈ വീട്ടിൽ ഒരാൾ തന്നെയാണ്, അതുകൊണ്ട് ഈ പൂജയുടെ കാശ് മുരളി കൊടുത്തുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് ലക്ഷ്മി പിന്നെ മുരളിയേട്ടനോട് പറയുന്നത് അല്ലെങ്കിലും ഈ പൂജയുടെ കാശ് മുരളിയേട്ടൻ തന്നെ കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറയുകയാണ്. കാരണം ഈ പൂജ കൊണ്ട് ഏറ്റവും ഗുണം കിട്ടിയിരിക്കുന്നത് മുരളിയേട്ടന് തന്നെയാണ്. അങ്ങനെ എല്ലാവരും കൂടി മുരളിക്കിട്ട് നല്ലൊരു പണി കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ മുരളിയേട്ടൻ നൈസായി പെട്ടിരിക്കുകയാണ്. ഈ സമയത്ത് മുരളിയേട്ടൻ പിന്നെ ഒരു ആത്മകഥ പറയുകയാണ്. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാണ് എല്ലാം വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നത്, എനിക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയുകയാണ്. എന്നാൽ അത് ലക്ഷ്മി കേൾക്കുകയാണ്. ലക്ഷ്മി അതിൽ കയറി പിടിക്കുകയാണ്. ശരിയാണ്, മുരളിയേട്ടന് കുഞ്ഞുങ്ങളില്ലല്ലോ, ഒരു കാര്യം ചെയ്യേ, നമുക്ക് മുരളിയേട്ടനെ കൊണ്ട് ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു വഴിപാട് നടത്താമെന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് രജനി അത് കയറി പിടിക്കുകയാണ്. മുരളിയേട്ടന് രജനിയുടെ വക പണി കൊടുക്കുകയാണ്. എന്റെ സുധീഷേട്ടൻ ഇതുപോലെ കുഞ്ഞുങ്ങളില്ലാതെ ആയപ്പോൾ ക്ഷേത്രത്തിൽ വഴിപാട് നടത്തി ശയന പ്രദർശനം നടത്തിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായതെന്ന് പറയുകയാണ്. അതുകൊണ്ട് മുരളിയേട്ടനും ഇതുപോലെ വല്ല വഴിപാട് നേർന്ന് ക്ഷേത്രത്തിൽ ശയന പ്രദർശനം നടത്തുന്നതായിരിക്കും നല്ലതെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് മുരളി ഒന്ന് ഞെട്ടുകയാണ്. മുരളി പിന്നെ അതിൽ നിന്ന് ഒഴിയാൻ ഓരോ കാരണങ്ങൾ കണ്ടെത്തുകയാണ്. അതുകൊണ്ടൊന്നും കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല, ഡോക്ടറെ കാണിക്കുന്നതാണ് നല്ലതെന്നൊക്കെ മുരളി പറയുകയാണ്. എന്നാൽ അത് കേട്ട് ശാരദാമ്മ പിന്നെ മുരളിയോട് പറയുന്നത്, നീ ഇനി ഇതിൽ നിന്ന് കഴിവ് പറയരുതെന്ന് പറയുകയാണ്. നീ എന്തായാലും ക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാട് നേർന്ന് മുരുകന്റെ അമ്പലത്തിൽ പോയിട്ട് ഒരു ശയന പ്രദർശനം ചെയ്യണമെന്ന് പറയുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി വീണ്ടും മുരളിയെ പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരുടെയും നിർബന്ധത്തിന് മുരളിയേട്ടൻ വഴങ്ങുകയാണ്. തുടർന്ന് രാഹുലും ലക്ഷ്മിയും മുരളിയും രജനിയും കൂടി അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതിനുശേഷം രാഹുലും ലക്ഷ്മിയും മുരളിയേട്ടനും രജനി കേൾക്കുന്ന രീതിയിൽ പിന്നെ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ മുരളിയേട്ടൻ എത്രയും പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞുണ്ടാകണേ, ഞങ്ങളുടെ വീട്ടിൽ പെട്ടെന്ന് ഒരു കുഞ്ഞിക്കാരി കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് രണ്ടുപേരും. തുടർന്ന് രാഹുൽ പിന്നെ മുരളിയേട്ടനോട് വേഗം നമുക്ക് ശയന പ്രദർശനം ചെയ്യാമെന്ന് പറയുകയാണ്. അതിനുശേഷം രാഹുൽ പിന്നെ രജനിയെ വിളിക്കുകയാണ്. ചേച്ചി പോയി മുരളിയേട്ടന് ഉരുട്ടാൻ പറയുകയാണ്. എന്നാൽ അത് കേട്ട് രജനി പിന്നെ രാഹുലിനോട് പറയുന്നത്, അയ്യോ എനിക്ക് പറ്റില്ല, എനിക്ക് നടു വളയ്ക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് രാഹുൽ പിന്നെ രജനിയേച്ചിയോട് പറയുന്നത്, എങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, രജനിയേച്ചിക്കും കൂടി ഒരു വഴിപാട് നേർന്നേക്കാം എന്ന് പറയുകയാണ്. രജനിയേച്ചിയും ഒരു ശയന പ്രദർശനം ചെയ്തോളാൻ പറയുകയാണ്. എന്നാൽ അത് കേട്ട് രജനി ഒന്ന് ഞെട്ടുകയാണ്. തുടർന്ന് രജനി രാഹുലിനോട്, അയ്യോ എനിക്ക് ശയന പ്രദർശനം ഒന്നും വേണ്ടേ, ഞാൻ മുരളിയേട്ടനെ ഉരുട്ടിക്കോളാം എന്ന് പറഞ്ഞ് വേഗം തന്നെ രജനിയേച്ചി മുരളിയേട്ടന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതിനുശേഷം രജനി പിന്നെ മുരളിയേട്ടനെ ഉരുട്ടി കൊണ്ടുപോവുകയാണ്. രജനിയും മുരളിയും അവിടുന്ന് പോയ ശേഷം രാഹുൽ പിന്നെ ലക്ഷ്മിയോട്, നമുക്ക് വീട്ടിൽ ഒരു സ്വാതന്ത്ര്യവും ഇല്ലാന്ന് പറയുകയാണ്, നമുക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്കൊരു ഹോട്ടലിൽ മുറിയെടുത്താലോ എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന ലക്ഷ്മി രാഹുലിനെ ഇങ്ങനെ തുറപ്പിച്ചു നോക്കുകയാണ്. എന്നാൽ അത് കണ്ട് രാഹുൽ പിന്നെ ലക്ഷ്മിയോട്, ഞാൻ ആ ഒരു ഉദ്ദേശത്തിൽ പറഞ്ഞല്ല, ഞാൻ വെറുതെ സംസാരിച്ചിരിക്കാമെന്ന രീതിയിൽ പറഞ്ഞതാണെന്ന് പറയുകയാണ്. തുടർന്ന് രാഹുൽ പിന്നെ ലക്ഷ്മിയോട്, നമുക്കും വേണ്ട ഒരു കുഞ്ഞിക്കാല് എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ലക്ഷ്മി പിന്നെ രാഹുലിനോട്, നീ വെറുതെ ശാരദാമ്മയെ ടെൻഷൻ അടിപ്പിക്കരുത് എന്ന് പറയുകയാണ്. തുടർന്ന് രാഹുൽ അവിടെ നിന്ന് പോയ ശേഷം ലക്ഷ്മി പിന്നെ പ്രാർത്ഥിക്കുകയാണ്, മുരുകനോട് പ്രാർത്ഥിക്കുകയാണ്. മുരളിയേട്ടൻ ഞങ്ങളെ കുറെ ഉപദ്രവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മുരളിയേട്ടൻ ഞങ്ങളൊരു പണി കൊടുത്തതാണ്, ഞങ്ങളോടൊന്നും തോന്നല്ലേ ഈശ്വര എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ഉരുണ്ട് മുരളിക്ക് മതിയാവുകയാണ്. തുടർന്ന് രജനിയോട് മുരളി പറയുന്നത്, ഇനി എനിക്ക് മതിയായി രജനി എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് രജനി പിന്നെ മുരളിയോട് പറയുന്നത്, അയ്യോ പറ്റില്ല, രാഹുലും ലക്ഷ്മി ഇത് ഒളിച്ചൊന്ന് കാണുന്നുണ്ടാകും എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് മുരളി പിന്നെ രജനിയോട്, നമുക്കൊരു കാര്യം ചെയ്താലോ, ഇപ്പോൾ അവർ രണ്ടുപേരും നമ്മുടെ അടുത്തില്ല, ഞാൻ എഴുന്നേറ്റ് പോയിട്ട് അവരുടെ മുന്നിൽ പോയിട്ട് ഉരുണ്ടാൽ പോരെ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് രജനി പിന്നെ മുരളിയോട് പറയുന്നത്, അത് പറ്റില്ല, ഈശ്വരനെ ചതിക്കാൻ പാടില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് മുരളിയേട്ടൻ ഉരുട്ടോളാൻ പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് രാഹുൽ ലക്ഷ്മി സംസാരിക്കുന്നത്, മുരളിയേട്ടൻ ഇപ്പോൾ ശയന പ്രദർശനം എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇങ്ങോട്ട് വരും, നമുക്ക് ഇനി മുരളിയേട്ടന് അടുത്ത പണി കൊടുക്കണ്ടേ എന്നിങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ലക്ഷ്മി രാഹുലിന് അടുത്ത പണി എന്താണ് കൊടുക്കേണ്ടതെന്ന് ചെവിയിൽ പറഞ്ഞു കൊടുക്കുകയാണ്. തുടർന്ന് രാഹുൽ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്ന മുരളിയാണ്. മുരളിയിലെ ശയന പ്രദർശനം എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. തുടർന്ന് രാഹുൽ ലക്ഷ്മിയും രജനിയും കൂടി വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് രാഹുൽ ലക്ഷ്മിയും പിന്നെ മുരളിയേട്ടനോട് പറയുന്നത്, ഇതുകൊണ്ട് മാത്രം പോരാ, മറ്റൊരു വഴിപാടും കൂടി ഉണ്ടെന്ന് പറയുകയാണ്. ഇവിടെ പ്രസിദ്ധമായ മറ്റൊരു വഴിപാടുണ്ട്, അവളിൽ ശൂലം കുത്തി വീടുകളിൽ പോയിട്ട് ഭിക്ഷയെടുക്കണമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് മുരളി ഒന്ന് ഞെട്ടുകയാണ്. തുടർന്ന് രജനി വീണ്ടും അതിൽ കയറി പിടിക്കുകയാണ്. ശരിയാണ് രാഹുൽ, ഞാനത് പറയാൻ വരികയായിരുന്നു, ഞാനത് മറന്നിരിക്കുകയായിരുന്നു, എന്റെ സുധീഷ് ഏട്ടനും അതുപോലെ ഒരു വഴിപാട് നടത്തിയിരുന്നു, അതിനുശേഷം ഞങ്ങളുടെ വീട്ടിൽ മാത്രമല്ല തൊട്ടപ്പുറത്തെ വീട്ടിലും കുട്ടികൾ ഉണ്ടായി എന്ന് പറയുകയാണ് രജനി. എന്നാൽ അത് കേട്ട്
ലക്ഷ്മി രാഹുൽ ശരിക്കും നിന്ന് ചിരിക്കുകയാണ്. രജനി ഒരു സെൽഫ് കോൾ അടിച്ചിരിക്കുകയാണ്. എന്നാൽ അത് കേട്ട് മുരളിക്ക് ദേഷ്യം വരികയാണ്. തുടർന്ന് രാഹുലും ലക്ഷ്മി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കുന്ന പോലെ അഭിനയിക്കുകയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ രാഹുൽ, മുരളിയേട്ടൻ ഇതിന് സമ്മതിക്കുകയില്ല എന്ന്. തുടർന്ന് രാഹുൽ പിന്നെ ലക്ഷ്മിയോട് പറയുന്നത് അതൊക്കെ മുരളിയേട്ടൻ സമ്മതിക്കും, അതുകൊണ്ടല്ലേ ഞാൻ ഈ വഴിപാട് നടത്തുന്നതിന് വേണ്ടി റെസീറ്റ് എഴുതി വാങ്ങിയതെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് മുരളി ഒന്ന് ഞെട്ടുകയാണ്. നീ അപ്പോൾ അതിന് വഴിപാടിന്റെ റെസീറ്റും എഴുതി വാങ്ങിയോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അമ്പലത്തിന്റെ സ്റ്റാഫ് ഇങ്ങോട്ട് വരികയാണ്. വഴിപാട് നടത്താൻ സമയമായെന്ന് പറയുകയാണ്, ശൂലം കുത്തണ്ട സമയമായെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് മുരളിയൊക്കെ ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് ആ സ്റ്റാഫ് പിന്നെ മുരളിയോട് പറയുന്നത് ഈ ഒരു വഴിപാട് മാത്രമല്ല മറ്റൊരു വഴിപാടും കൂടി ഉണ്ടെന്ന് പറയുകയാണ്. ഈ ഒരു വഴിപാട് നടത്തിയിട്ടും കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ ശൂലം കുത്തി കനലിന്റെ മേലെ കൂടെ നടക്കുന്ന ഒരു വഴിപാടും കൂടി ഉണ്ടെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് മുരളി ശരിക്കും ഞെട്ടുകയാണ്. തുടർന്ന് മുരളി വേഗം തന്നെ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. ഈശ്വര, എനിക്ക് ഇതിൽ തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതല്ലെങ്കിൽ ഇവരെന്നെ തീ കൂടെ നടത്തിച്ച് കൊല്ലും എന്ന് പറയുകയാണ്. തുടർന്ന് മുരളി ആ സ്റ്റാഫിന്റെ കൂടെ പോവുകയാണ് വഴിപാട് നടത്തുന്നതിന് വേണ്ടി. എന്നാൽ ഈ സമയത്ത് ലക്ഷ്മി രാഹുലും പിന്നെ രജനിയേച്ചിയോട് പറയുന്നത് രജനിയേച്ചി മുരളിയേട്ടന്റെ കൂടെ തെണ്ടാൻ പോകണമെന്ന് പറയുകയാണ്. എന്നാൽ അത് കിട്ടി രജനി ഒന്ന് ഞെട്ടുകയാണ്. തുടർന്ന് ലക്ഷ്മി രജനിയോട് പറയുന്നത് രജനിയേച്ചി പോയില്ലെങ്കിൽ അതിന്റെ ദോഷം രജനിയേച്ചിക്ക് തന്നെയായിരിക്കും എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് രജനി ഞെട്ടിക്കൊണ്ട് രജനിയും കൂടെ പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് ലക്ഷ്മിക്ക് ജാനകിയുടെ കോൾ വരികയാണ്. തുടർന്ന് രാഹുൽ ലക്ഷ്മിയോട് ആ കോൾ എടുക്കണ്ട, നമുക്ക് മുരളിയേട്ടന്റെ കരച്ചിൽ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ലക്ഷ്മി കൂട്ടിക്കൊണ്ട് രാഹുൽ അവിടുന്ന് പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് ജാനകി നല്ല ദേഷ്യത്തിൽ ശാരദാമിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ലക്ഷ്മിയെ വിളിച്ചിട്ട് ലക്ഷ്മി ഫോൺ എടുക്കുന്നില്ല. ലക്ഷ്മി ഇത് എങ്ങോട്ടാണ് പോയതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ശാരദാമ്മ പിന്നെ ജാനകിയോട് നീ പേടിക്കൊന്നും വേണ്ട, ലക്ഷ്മി മുരളിയുടെയും രജനിയുടെയും കൂടെ അമ്പലത്തിലേക്ക് പോയിരിക്കുകയാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ജാനകിക്ക് ആശ്വാസം ലഭിച്ചിരിക്കുകയാണ്. തുടർന്ന് ജാനകി പിന്നെ ഇവരോട് പറയുന്നു ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു, ലക്ഷ്മി സൂര്യനൊപ്പം പോയിരിക്കുമെന്നാണ് ഞാൻ കരുതിയതെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് പപ്പിയാൻറ്റി പിന്നെ ജാനകിയോട് പറയുന്നത് നീ അത്രയ്ക്കും കൂടെ ആശ്വസിക്കൊന്നും വേണ്ട, ലക്ഷ്മി പോയിരിക്കുന്നത് സൂര്യനും രജനിക്കും മുരളിക്കൊപ്പമാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ജാനകി ഞെട്ടുകയാണ്. തുടർന്ന് ജാനകി നല്ല ദേഷ്യത്തിൽ അവർ പോകുന്നതിന് മുമ്പേ എന്നോട് ഇക്കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന പപ്പി ആന്റി പിന്നെ ജാനകിയോട് ദേഷ്യപ്പെടുകയാണ്. നിന്നോട് ചോദിച്ച അനുവാദം വാങ്ങാൻ നീ അതിന് ആരാണെന്ന് ചോദിക്കുകയാണ്. ലക്ഷ്മി പോയിരിക്കുന്ന അവളുടെ ഭർത്താവിന്റെ കൂടെയല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ജാനകി പിന്നെ പപ്പി ആന്റിയോട് അതെങ്ങനെ ശരിയാകും, സൂര്യനല്ലല്ലോ ലക്ഷ്മിയുടെ ഭർത്താവ്, രാഹുൽ അല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് പപ്പി ആന്റിക്ക് ഒരു മറുപടിയില്ല. തുടർന്ന് പപ്പി ആന്റി നല്ല ദേഷ്യത്തിൽ അങ്ങനെയാണെങ്കിൽ തന്നെ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുകയാണ്. നീ എന്തിനാണ് ഇങ്ങനെ സൂര്യനെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിക്കുകയാണ്. സൂര്യൻ തിരിഞ്ഞാൽ കുറ്റം, സൂര്യൻ നിന്നാൽ കുറ്റം, സൂര്യൻ നടന്നാൽ കുറ്റം, എപ്പോഴും നീ എന്തിനാണ് സൂര്യനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതെന്ന് പപ്പി ആന്റി ജാനകിയോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ നീ സൂര്യനെ കൊല്ലുമോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ജാനകി പിന്നെ പപ്പി ആന്റിയോട് ലക്ഷ്മിയുടെ പിന്നാലെ സൂര്യൻ ഇനി നടക്കുന്നു ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ സൂര്യനെ ചിലപ്പോൾ കൊന്നു കളയുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന പപ്പി ആന്റി പിന്നെ ജാനകിയോട് പറയുന്നത് സൂര്യൻ ഞങ്ങളുടെ ചോരയാണ്, ശാരദാമ്മയുടെ രണ്ടാമത്തെ മകനാണ്, അവനെ നീ കൊല്ലുമെന്നാണോ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. ഇതൊക്കെ പറയാൻ നീ ആരാണെന്ന് ചോദിക്കുകയാണ്. നീ ചെമ്പകം വീട്ടിലെ ജോലിക്കാരിയല്ലേ, നിനക്ക് അതിന്റെ പണി കഴിഞ്ഞാൽ അങ്ങോട്ട് പോയിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. നീ എന്തിനാണ് ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ലക്ഷ്മിക്ക് മരുന്നുണ്ടാക്കി കൊടുക്കാൻ വന്നതാണെങ്കിൽ ആ മരുന്നുണ്ടാക്കി കൊടുത്തതിന് ശേഷം ഇവിടുന്ന് എഴുന്നേറ്റ് പോവുക, അല്ലാണ്ട് ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ജാനകിയെ വലിച്ചു കയറി ഒട്ടിച്ചിരിക്കുകയാണ് പപ്പി ആന്റി. എന്നാൽ പപ്പി ആന്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ജാനകി പിന്നെ പൊട്ടിക്കരയുകയാണ്. തുടർന്ന് ശാരദാമ്മ ചാടി എഴുന്നേറ്റ് കൊണ്ട് പപ്പി ആന്റിയോട് പപ്പി നീ അനാവശ്യം പറയരുതെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് പപ്പി ആന്റി പിന്നെ ശാരദാമ്മയോട് ഞാൻ ആവശ്യത്തിന് പോലും പറഞ്ഞില്ല എന്ന് പറയുകയാണ്. ഇനിയും നീ സൂര്യനെതിരെ നിൽക്കാൻ തന്നെയാണ് ഉദ്ദേശമെങ്കിൽ നീ എന്റെ മറ്റൊരു മുഖം കാണുമെന്ന് പപ്പി ആന്റി നല്ല ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. പപ്പി ആന്റി പോയ ശേഷം ശാരദാമ്മ പിന്നെ ജാനകിയെ സമാധാനിപ്പിക്കുകയാണ്. ഈ പപ്പി പറഞ്ഞൊന്ന് കാര്യമാക്കണ്ടെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ജാനകി പിന്നെ പപ്പി ആന്റിയോട് പറയുന്നത് ഞാനത് കാര്യമാക്കുന്നില്ല എന്ന് പറയുകയാണ്. ഞാൻ പപ്പി ആന്റിയെ എന്റെ അമ്മയുടെ സ്ഥാനത്താണ് കണ്ടിരിക്കുന്നത് എന്ന് പറയുകയാണ്. അതുകൊണ്ട് എന്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞതായിട്ടേ ഞാൻ കാണുന്നുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ജാനകി വീണ്ടും ഒരു ജന്മമരം കളിക്കുകയാണ്. തുടർന്ന് ജാനകി പുറത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് ജാനകി ചിന്തിച്ചു നിൽക്കുന്നത് ലക്ഷ്മിയും സൂര്യനെയും കുറിച്ച് തന്നെയാണ്. എന്നാൽ ഈ സമയത്ത് ജാനകിക്ക് മിഥുന്റെ കോൾ വരികയാണ്. മിഥുൻ ജാനകിയോട് നീ ലക്ഷ്മിയെ വിളിച്ചിരുന്നു എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ജാനകി പിന്നെ മിഥുനോട് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് ഞാൻ ലക്ഷ്മിയെ വിളിച്ചിരുന്നു, പക്ഷേ ലക്ഷ്മി ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുകയാണ്. തുടർന്ന് മിഥുൻ എന്തിനാണ് നീ കരയുന്നത് എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ജാനകി മിഥുനോട് പറയുന്നത് ലക്ഷ്മി പോയിരിക്കുന്നത് സൂര്യനൊപ്പമാണെന്ന് പറയുകയാണ്. എനിക്ക് ഉറപ്പുണ്ട് അവർ വേറെ എവിടേക്കെങ്കിലും കറങ്ങാൻ പോയിരിക്കുകയാണെന്ന് പറയുകയാണ്. നമ്മൾ അന്ന് കാട്ടിൽ അമ്പലത്തിലേക്ക് പോയപ്പോൾ നമ്മൾ ഉണ്ടായിട്ട് പോലും അവർ വഴി തെറ്റി അവർ രണ്ടുപേരും ഒരുമിച്ച് കറങ്ങാൻ പോയതാണ്. ഇപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് അവർ അമ്പലത്തിലേക്ക് പറഞ്ഞു പോയിരിക്കുന്നത് മറ്റെവിടേക്കോ ആണെന്ന് പറയുകയാണ് ജാനകി. തുടർന്ന് മിഥുൻ ജാനകിയോട് നീ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ജാനകി പിന്നെ മിഥുനോട്
മിഥുനോട് ഞാൻ ഈ വീട്ടിൽ ആരാണെന്ന് ചോദിക്കുകയാണ്. ഞാൻ ചെമ്പകം വീട്ടിലെ വേലക്കാരിയാണോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഇത് കേട്ട് മിഥുൻ പിന്നെ മനസ്സിൽ പറയുന്നത് നീ ചെമ്പകം വീട്ടിലെ വേലക്കാരിയല്ല, നീ എൻ്റെ എല്ലാമാണെന്ന മനസ്സിലാണ് പറയുന്നത്. എന്നാൽ മിഥുൻ മനസ്സിൽ ചിന്തിക്കുന്ന ഈ മറുപടിയാണ് ജാനകി കേൾക്കാൻ ആഗ്രഹിച്ചത്. പക്ഷെ മിഥുൻ അത് പറയുന്നില്ല. തുടർന്ന് മിഥുൻ ജാനകിയോട് പറയുന്നത് നിന്നെ എൻ്റെ അമ്മ മകളെ പോലെയല്ലേ കാണുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ജാനകി ശാരദാമ്മയും അങ്ങനെ തന്നെയാണ് കാണുന്നത്, പക്ഷെ അതിൽ ഒരു ആത്മാർത്ഥയും ഇല്ല എന്ന് പറയുകയാണ്. തുടർന്ന് മിഥുൻ ജാനകിയോട് നിനക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്തോളൂ, നീ തിരിച്ചു പോന്നോളാൻ പറയുകയാണ്. തുടർന്ന് ജാനകി പിന്നെ മിഥുനോട് പറയുന്നത് ഞാൻ തിരിച്ചു വരുന്നില്ല, ലക്ഷ്മിയെ ഞാൻ രക്ഷപ്പെടുത്തിയിട്ട് തിരിച്ചു വരുന്നുള്ളൂ എന്ന് പറയുകയാണ്. അതിന് എത്ര അപമാനം സഹിക്കേണ്ടി വന്നാലും കുഴപ്പമില്ല, ലക്ഷ്മിയെ ഞാൻ എന്തായാലും രക്ഷപ്പെടുത്തിയിട്ട് തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി ആ കോള് കട്ട് ചെയ്യുകയാണ്. തുടർന്ന് ജാനകി വീണ്ടും ലക്ഷ്മിയെ വിളിക്കുകയാണ്. പക്ഷെ ലക്ഷ്മി ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ജാനകി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. സൂര്യനും ലക്ഷ്മി കറങ്ങാൻ പോയിരിക്കുന്നു എന്ന രീതിയിലാണ് ജാനകി നിൽക്കുന്നത്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.